ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തങ്ങ എലിശ്ശേരിയാണ് കേട്ടോ. അപ്പം മത്തങ്ങയും പയറും കൂടിയിട്ട് ഉണ്ടാക്കില്ലേ. ഞാൻ പയറിട്ടപ്പോൾ എന്താണെങ്കിലും കുറച്ച് മുളച്ചു പോയി. അപ്പോൾ ശരി, മുളപ്പിച്ച പയർ വെച്ചിട്ട് നമുക്ക് മത്തങ്ങയും കൂടി എലിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തത് നമ്മുടെ മുളപ്പിച്ച പയറിനെ കുക്കറിലിട്ടു കഴുകി വൃത്തിയാക്കിയിട്ട് അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അത്രയും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ മത്തങ്ങേനെ ചെറിയ പീസസൊക്കെ ആക്കിയിട്ട് എടുത്തിട്ട് അതുകൂടി കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടും പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചതച്ചത് ചേർക്കണമല്ലോ. അപ്പോൾ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി ചതച്ചിട്ട് അതുകൂടി എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മുടെ മത്തങ്ങയും പയറൊക്കെ നന്നായി വെന്ത് വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തു. അതിനുശേഷം നമ്മുടെ തേങ്ങ ചതച്ചതും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി പണിയൊന്നുമില്ലല്ലോ, കടുക് താളിച്ച് അതിലേക്ക് അങ്ങ് ചേർത്താൽ മതി. അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ട് കൊടുത്തു, അതുപോലെ ചുവന്ന മുളക്. ഇനി നമ്മുടെ മത്തങ്ങയും പയറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ